ബോഗൻവില്ല ഗ്രാഫ്റ്റിംഗ് കഴിഞ്ഞ് കവർ എപ്പോൾ അഴിച്ചു മാറ്റണമെന്ന് പലർക്കും അറിയില്ല എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസിൻ്റെ കമൻറ്റ് സെക്ഷനിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് കണ്ടില്ലേ, ഞാൻ ഗ്രാഫ്റ്റ് ചെയ്ത് തളിര് വന്ന ഒരു പ്ലാന്റ് ആണ്. നമ്മൾ ഇതിനെ ഒരു കാരണവശാലും കവറിനെ ഒന്നായിട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പാടില്ല. അപ്പോൾ അതിന് നമ്മൾ ആദ്യം വേണ്ടത് ഈ മേൽഭാഗത്ത് കാണുന്ന തളിര് വന്ന ഏരിയയിലെ ആ ഭാഗത്ത് ചെറിയ ഒരു കട്ടിങ് ആദ്യം കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഒന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ നിലവിലെ ഹ്യൂമിഡിറ്റി പെട്ടെന്ന് മാറുമ്പോൾ എന്ത് പറ്റും, നിലവിലെ അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി പെട്ടെന്ന് ഇത് വരുമ്പോൾ വന്ന തളിര് ഉണങ്ങിപ്പോവാനും ഗ്രാഫ്റ്റ് പിടിക്കാതെ നശിച്ചു പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയൊരു എന്താ പറയുക കട്ടിങ് മാത്രം മതി. ഈ വന്ന തളിരിനെ പുറത്തോട്ടേക്ക് വരാൻ വേണ്ടി മാത്രമായിട്ടുള്ളൊരു കട്ടിങ് മാത്രം മതി. എന്നിട്ട് ഇതേപോലെ ഈ നിലനിർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടും. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം തളിരിനെ മെല്ലെ പുറത്തേക്ക് എത്തിക്കുക. അത് സാവധാനം ചെയ്താൽ മതി. ഇതുപോലെ കാണുന്നത് പോലെ മെല്ലെ കവറിൻ്റെ ഇടയിലൂടെ ഗ്രാഫ്റ്റിൻ്റെ തളിരിനെ പുറത്തെത്തിക്കുകയാണ് നമ്മുടെ ആദ്യത്തെ ടാസ്ക്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് ദിവസം ഇതേപോലെ ഈ പ്ലാന്റിനെ ഇതേപോലെ നിലനിർത്തുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ഗ്രാഫ്റ്റ് പെട്ടെന്ന് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഇതൊക്കെ ഞാൻ ആയിട്ടില്ല, ചെയ്യാൻ ആവാത്തതുകൊണ്ട് നിലനിർത്തിയാണ്. ഇനി നമുക്ക് കാണാൻ പോകുന്നത് ഇതിനു മുമ്പ് ചെയ്തു വെച്ച കുറച്ച് പ്ലാന്റ്സ് ആണ്. ഇത് കണ്ടില്ലേ, ഇത് ഞാൻ അങ്ങനെ ചെയ്തിട്ട് ഒരു മാസത്തിന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പോലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതിന്ന് ഞാൻ ആ കവറിനെ മാറ്റിയിട്ടില്ല. അങ്ങനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല എന്നത് 100% ഉറപ്പാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് എന്ത് ചെയ്തു നോക്കൂ. ആദ്യം നമ്മൾ ആ അറ്റ്മോസ്ഫിയറിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിനെ ഇതിനെ ഒരു പരിചയമാവുന്നത് വരെ എന്ത് ചെയ്യുക, ആ കവർ അയക്കാതെ നിലനിർത്തി കഴിഞ്ഞാൽ ഗ്രാഫ്റ്റ് പിടിച്ചു കിട്ടും.